ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനീഷ് ആൻഡ് ആദില ഈ ആഴ്ച ജയിലിൽ പ്രവേശിച്ചത് ഇവരാണല്ലോ. ജയിലിലിരുന്ന് ഇവർ തമ്മിലുള്ള എല്ലാ മഞ്ഞുമലയും ഉരുകി പോകുന്ന ഒരു കാഴ്ചയാണ് ലൈവിൽ കണ്ടത്. അനീഷിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന, അതില് അഭിപ്രായം പറയാനും ഉത്കണ്ഠ പ്രകടിപ്പിക്കാനും ഒന്നും മടി കാണിക്കാത്തൊരു ആദിലയുടെ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അനീഷിനോട് പറയുകയാണ്, കുടുംബത്തിലെ ഭാരങ്ങളൊക്കെ തലയിൽ എടുത്തു വെച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു സ്പേസ് കണ്ടെത്താൻ ലേറ്റ് ആയി പോയല്ലേ, പറ്റാതായി പോയല്ലേ, ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ, ഇങ്ങനെയൊക്കെ അടക്കി പിടിച്ച് ജീവിക്കാതൊന്ന് തുറന്നു കൊടുത്തു നോക്ക്, ആരെങ്കിലും വരുവാണെങ്കിൽ വരട്ടെ എന്ന് ഈ രീതിയിലൊക്കെ ആദില അനീഷിനെ ഉപദേശിക്കുന്നുണ്ട്. എന്താല്ലേ ഫിലോസഫി. പിന്നെ അനീഷ് ആദിലയോട് ചോദിക്കുന്നുണ്ട്, എപ്പോ മുതലാണ് നിങ്ങളിവിടെ വരാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയത് എന്നൊരു കാര്യം. കഴിഞ്ഞ വർഷം തന്നെ കോള് വന്നതാണ് എന്ന് ആദില പറയുന്നു. ജസ്റ്റ് ജോലിക്ക് കയറിയ ടൈം ആയതുകൊണ്ട് വരാൻ പറ്റാഞ്ഞതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇങ്ങനെ ഈ രീതിയിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഇതിനി ആദിലയുടെ ഗെയിം ആണോ, ഗെയിം ചേഞ്ച് ആണോ എന്നൊക്കെ ചോദിച്ചാൽ മേ ബി ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാണെങ്കിലും അല്ലെങ്കിലും ഒരു വിഷയവും ഇല്ല. അതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. ആദില ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുള്ളി അവിടെ ഇരുന്ന് ജസ്റ്റ് ചിരിക്കുന്നുണ്ട്. ചെറുപുഞ്ചിരിയോടെയാണ് ഇതൊക്കെ കേട്ടിരിക്കുന്നത്. അതാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഷയമില്ല. അനീഷും അവിടെ ഗെയിം കളിക്കാൻ പോയിരിക്കുന്നതാണ്, ആദിലയും ഗെയിം കളിക്കാൻ പോയിരിക്കുന്നതാണ്. രണ്ടുപേരും അഗെയിൻസ്റ്റ് ആയിട്ട് എതിർത്ത് ചിലപ്പോൾ ഗെയിം കളിച്ചു എന്നൊക്കെ വരും. പക്ഷെ ഇങ്ങനെയുള്ള സംസാരത്തിലൂടെ ഇത്രയെങ്കിലും ഒരു ഗ്രഡ്ജ് ഇവർ രണ്ടുപേരിൽ ആരുടെയും മൈൻഡിലുണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടിട്ട്. അല്ലാതെ ഇങ്ങനെയുള്ള സംസാരങ്ങളിലൂടെ ആദില ഭയങ്കര ഗെയിം മാറ്റി, അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്നത് പ്രമാണിച്ച് തെറി കേൾക്കാതിരിക്കാനായിട്ട് ഗെയിം മാറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഓക്കെ, മേ ബി ആയിരിക്കാം. പക്ഷെ ഇവരിങ്ങനെ ഈ രീതിയിൽ സംസാരിച്ച് സോൾവ് ആക്കി പോകുന്നുണ്ട്. ഒരു ഗെയിം സ്പിരിറ്റിൽ എല്ലാ കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ പാസും ഒക്കെ അനിയത്തി പാസും ഒക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 1 മണിക്കൂറിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ലൈവിലൊരു സ്പോൺസേർഡ് ടാസ്ക് നടക്കുവാണ്. അപ്പൊ എല്ലാവരും അതിന്റെ പുറകെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.